അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോയ കോളിങ്ങിലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഉണ്ട്. ആ കരിവേപ്പില നമുക്കൊന്ന് പെറുക്കി എടുക്കാം. ഓക്കെ, ഏതാണ് ന്യൂനപക്ഷം? മുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷം. മുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷത്തിന് എന്താണ് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഒരു പ്രശ്നം പറയും? ഇപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, യു പിയിലൊക്കെ അവരുടെ വീട് പോയി ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർക്കുക. അപ്പോ ഇവിടെ അച്യുതാനന്ദൻ ഇവിടെ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് കുറെ സാധനങ്ങൾ ഇടിച്ച് നിരത്തിയിട്ടുണ്ടായിരുന്നില്ലേ? നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രശ്നമാണോ? അപ്പൊ അച്യുതാനന്ദൻ JCB ഓടിക്കുമ്പോ ഹലാലാവോ? അങ്ങനെയാണോ? യോഗി JCB ഓടിക്കുമ്പോ ഹറാമോ? അങ്ങനെയാണോ? എന്താണെങ്കിലും വിളിച്ചത് ഏതായാലും ആരിഫിന്റെ ഏതോ ഒരു കമന്റോളി അല്ലെങ്കിൽ അവന്റെ ചോദ്യം, അവൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഈ ആരിഫ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് കണ്ട് താഴത്ത് കമന്റ് അടിച്ച് അല്ലെങ്കിൽ കൈയടിക്കുന്ന സംഖ്യകളെയും കൂടെ നമുക്ക് മുഖവിലേക്ക് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. അച്യുതാനന്ദൻ ഇവിടെ എന്തിനാണ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിൽഡിംഗ് പൊളിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച് അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഇങ്ങനത്തെ അണ്ടറിൽ വരുന്ന പട്ടയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പട്ടയം ഉണ്ടാക്കിയിട്ടാണ് സ്ഥലം അവിടെ മറ്റേ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയത് നമുക്കറിയാം. യോഗി പറഞ്ഞ എൻ്റെ യോഗി ഈ ന്യൂസ് ഒന്ന് കാണാം. ഈ ന്യൂസിൽ പറയുന്നത് ഒന്നല്ല, ഇഷ്ടം പോലെ വീടുകൾ. എന്താ, അവൻ്റെ വീട്ടിൽ ബീഫ് ഇറച്ചി ഉണ്ട്, അവൻ്റെ ഫ്രിഡ്ജിൽ ബീഫ് ഇറച്ചി ഉണ്ടോ അല്ലേ, ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ അപ്പം യോഗിജിൻ്റെ അങ്ങോട്ട് ഇറച്ചിയിൽ കൊത്തുന്നാ പറഞ്ഞു. ആര്? ഏതായാലും എന്നെ പോലത്തെ കുറെ സംഖ്യകളാണ് കൊത്തുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് പൊളിച്ചാളാണ്. ഇത് ഏത് അളവ് അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ സെക്യുലറിസ് ആണോ, നീ ഇതിൻ്റെ മതേതരത്താണോ, നീ ഇതിൽ എന്തിൻ്റെ അണ്ടറിൽ കൊണ്ട് കൂട്ടിക്കെട്ടും ആരിഫെ?